ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഡേറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടോ നമ്മൾ ഫസ്റ്റ് അത് ഓടിച്ച് നോക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ബാക്കിന് നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ടാണ്, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സൗണ്ട്. നമ്മൾ ആ ഗിയർ ബോക്സിലെ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി ഓയിലില്ല. അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ ബാരിങ്ങുകൾ അതുപോലെ ഗിയർ വീലുകൾ എല്ലാം ഡാമേജ് വന്നിട്ടുണ്ടാവും. അത് മാറ്റി ആ ബാരിങ്ങുകളൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് ആ ബാക്കിൽ നിന്നുള്ള സൗണ്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ പാർട്സ് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അത് ഓർഡർ ചെയ്ത് വന്നിട്ട് വണ്ടി വെച്ചാൽ മതി, അല്ലെങ്കിൽ വണ്ടി നമുക്ക് പെൻഡിങ് ആയി പോകും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഗിയർ ബോക്സിൽ ഓയിൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ ഓയിലും മാറ്റുന്നുണ്ട്. എൻജിൻ ഓയിലും മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ബാക്കിൽ ബ്രേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാക്കിൽ ബ്രേക്സും അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും മാറണം. പക്ഷെ അത് മാത്രം മാറ്റി കഴിഞ്ഞാൽ ബ്രേക്ക് ക്ലിയർ ആവില്ല. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ അത് അഴിക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രേക്കിൻ്റെ കേസ് നമുക്ക് ആ സമയത്താണ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുള്ളൂ. അതുപോലെ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്ക് കേബിളും മാറണം, ബാക്കിൽ ബ്രേക്ക് കേബിളും മാറണം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താലാണ് വണ്ടി ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിനായിട്ട് ആ ഗിയർ ബോക്സിൻ്റെ ബാക്കിൽ നിന്നുള്ള സൗണ്ട് വരുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ്. ഒരു തുള്ളി ഓയിൽ ഉണ്ടായില്ല ഗിയർ ബോക്സിൽ. അപ്പോൾ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബാരിങ്ങുകളും ഗിയർ വീലുകളും നമുക്കത് മാറ്റണം, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ സാധനം ഓർഡർ ചെയ്ത് വന്നിട്ട് വണ്ടി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ എൻജിൻ ഓയിലും മാറ്റി വാഷിങ്ങും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ.